നമസ്കാരം. മുംബൈയിലെ കാളിമാതാ ക്ഷേത്രത്തിൽ സംഭവിച്ച അസാധാരണ സംഭവം മതവികാരം വ്രണപ്പെടുത്തുമ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾ ഇത് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. മുംബൈയിലെ ചെമ്പൂർ വാഷിനാഗയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കാളിമാതാ ക്ഷേത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിൽ നിറഞ്ഞത് തികച്ചും അസാധാരണമായ ഒരു സംഭവത്തോടെയാണ്. ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ ഭക്തർ കണ്ട കാഴ്ച അവരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. സാധാരണ രൂപത്തിലുള്ള കാളിമാതാ വിഗ്രഹം മാറ്റി ക്രൈസ്തവ വിശ്വാസത്തിലെ കന്യാമറിയത്തിൻ്റെ രൂപത്തോട് സാമ്യമുള്ള വേഷവിധാനത്തിലാണ് പ്രതിഷ്ഠയെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. മഞ്ഞ നിറത്തിലുള്ള വസ്ത്രവും കിരീടവും ധരിച്ച് കയ്യിലൊരു കുഞ്ഞിനെ പിടിച്ചിരിക്കുന്ന രീതിയിലായിരുന്നു വിഗ്രഹം. ഈ കാഴ്ച പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു. മുംബൈ പോലുള്ള ബഹുസ്വരതയിലുള്ള നഗരത്തിൽ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന ഇത്തരം പ്രവൃത്തികൾ എങ്ങനെ ഉണ്ടായി എന്നും ഇതൊരു വ്യക്തിയുടെ ഒറ്റപ്പെട്ട പ്രവൃത്തിയാണോ അതോ ആസൂത്രിത നീക്കമാണോ എന്നുമുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ്. കാളിമാതാ വിഗ്രഹത്തിന് മാറ്റം വരുത്തിയത് ക്ഷേത്രത്തിലെ പൂജാരിയായ രമേശ് ആണെന്ന് ഭക്തർ കണ്ടെത്തി. സംഭവം ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോൾ നൽകിയ വിശദീകരണം കൂടുതൽ അമ്പരപ്പിക്കുന്നതായിരുന്നു. കാളിമാതാ ദേവി തൻ്റെ സ്വപ്നത്തിൽ വന്ന് കന്യാമറിയത്തിൻ്റെ രൂപം നൽകാൻ നിർദ്ദേശിച്ചു എന്നാണ് പൂജാരി അവകാശപ്പെട്ടത്. എന്നാൽ ചില പ്രദേശവാസികൾ ഈ വാദം തള്ളിക്കളയുകയും പണം വാങ്ങി പ്രസ്തുത പ്രവൃത്തി ചെയ്യാൻ പൂജാരിയെ ആരോ പ്രേരിപ്പിച്ചതാണെന്ന് ആരോപിക്കുകയും ചെയ്തു. വിഗ്രഹത്തിന് കുരിശിന്റെ അടയാളമുള്ള ആഭരണങ്ങൾ വരെ ധരിപ്പിച്ചു എന്ന തരത്തിലുള്ള വീഡിയോകളും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചു. ഇത് ഹൈന്ദവ വികാരങ്ങളെ മനഃപൂർവ്വം പ്രകോപിപ്പിക്കാനുള്ള ശ്രമമാണോ എന്ന സംശയം വിശ്വാസികൾക്കിടയിൽ ശക്തമാക്കി. വിവരമടങ്ങിയ വീഡിയോയും ചിത്രങ്ങളും ഓൺലൈനിൽ വ്യാപകമായി പ്രചരിച്ചതോടെ വലിയ രീതിയിലുള്ള രോഷമാണ് ഉയർന്നത്. ഭൂരിഭാഗം ഉപയോക്താക്കളും ഒരു ആരാധനമൂർത്തിയെ മറ്റൊരു മതപരമായ രൂപത്തിലേക്ക് മാറ്റുന്നത് അപമാനമാണെന്ന് വിലയിരുത്തി. മറ്റെല്ലാ മതങ്ങളും മനഃപൂർവ്വം ഇത്തരം പ്രവൃത്തികളിലൂടെ ഹിന്ദുക്കളെ പ്രകോപിപ്പിക്കുകയാണ്, ഇത്തരമൊരു ബോധപൂർവമായ പ്രവൃത്തിയാണെന്ന് തോന്നുന്നു തുടങ്ങിയ കമൻറ്റുകൾ പ്രതിഷേധത്തിൻ്റെ തീവ്രത വ്യക്തമാക്കി. പലരും പൂജാരിയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ സംഭവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ക്ഷേത്രത്തിലെത്തുകയും അധികാരികളെ സമീപിച്ച് പരാതി നൽകുകയും ചെയ്തു. തുടർന്ന് RCF പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തു. പൂജാരി രമേശിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. സംഭവത്തിന് പിന്നിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ, ഇത് ആസൂത്രിതമായി ചെയ്തതാണോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണം തുടരുന്നതിനായി അദ്ദേഹത്തെ 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഒരു രാജ്യത്തിൻ്റെ സംസ്കാരത്തിൽ വ്യത്യസ്ത മതങ്ങൾ പരസ്പരം സ്വാധീനിക്കപ്പെടുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഒരു ആരാധനാമൂർത്തിയെ മറ്റൊരു മതത്തിലേക്ക് മൂർത്തിയോട് സദൃശ്യമായ വേഷവിധാനത്തിൽ മാറ്റുന്നത് അത് എത്ര സൗഹാർദ്ദപരമായ ഉദ്ദേശത്തോടെയാണെങ്കിൽ പോലും വലിയ രീതിയിലുള്ള തെറ്റിദ്ധാരണകൾക്കും മതവികാരം വ്രണപ്പെടുത്തുന്നതിനും കാരണമാകും. മുംബൈയിൽ കാളിമാതാ വിഗ്രഹത്തിന് മദർ മേരിയുടെ രൂപം നൽകിയ സംഭവം നിരവധി ഗൗരവകരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഒന്നാമതായി, ഇത് ബോധപൂർവമായ പ്രകോപനമാണോ അതോ കേവലം പൂജാരിയുടെ വ്യക്തിപരമായ വിചിത്ര ചിന്തയുടെ ഫലമാണോ എന്നതാണ് പ്രധാന ചോദ്യം. മതപരമായ അതിർത്തികൾ ഭേദിക്കാനും സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കാനും ലക്ഷ്യമിട്ടുള്ള ഏതെങ്കിലും ദുരുദ്ദേശപരമായ ശക്തികളുടെ നീക്കമാണോ ഇതിന് പിന്നിലെന്ന സംശയം ഭക്തർക്കിടയിലും അധികാരികൾക്കിടയിലും ശക്തമാണ്. രണ്ടാമതായി, ആരാധനാ സ്വാതന്ത്ര്യത്തിൻ്റെ അതിർവരമ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. ഒരു ക്ഷേത്രത്തിലെ പൂജാരിക്കോ അധികാരികൾക്കോ സ്വന്തം ഇഷ്ടപ്രകാരം വിഗ്രഹത്തിൻ്റെ രൂപത്തിലോ ആചാരങ്ങളിലോ മാറ്റങ്ങൾ വരുത്താൻ നിയമപരവും ധാർമ്മികവുമായ അവകാശമുണ്ടോ? പൊതുയിടങ്ങളിലെ ആരാധനാ രീതികൾക്ക് പാലിക്കേണ്ട നിയമപരമായ വ്യവസ്ഥകളും സാമൂഹിക ധാർമ്മികതയും എന്തായിരിക്കണം? അവസാനമായി, സംസ്കാരങ്ങളുടെ കൂട്ടിച്ചേർക്കൽ എന്നതിൻ്റെ പേരിൽ മതപരമായ ആചാരങ്ങളിലെ അതിർവരമ്പുകൾ ലംഘിക്കാമോ എന്നതും പ്രധാനമാണ്. വിവിധ സംസ്കാരങ്ങളെയും വിശ്വാസങ്ങളെയും സമന്വയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങളെയോ ആചാരങ്ങളെയോ ചോദ്യം ചെയ്യുകയോ വ്രണപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ധാർമ്മികമായ സംഘർഷങ്ങൾ എന്തൊക്കെയാണ്? ഈ ചോദ്യങ്ങൾ ഇന്ത്യയിലെ മതസ്വാതന്ത്ര്യം, സാമൂഹിക സൗഹൃദം, ആരാധനാലയങ്ങളിലെ അധികാര ഘടന എന്നിവയെക്കുറിച്ചുള്ള വിശാലമായ ചർച്ചകൾക്ക് തുടക്കമിടുന്നു. ഇത്തരം സംഭവങ്ങൾ രാജ്യത്തെ മതസൗഹാർദ്ദ അന്തരീക്ഷത്തെ തകർക്കാനും അനാവശ്യമായ സംഘർഷങ്ങൾ സൃഷ്ടിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വിഷയത്തിൽ നിയമപരമായ വ്യക്തതയും സമൂഹത്തിൽ തുറന്ന ചർച്ചകളും അനിവാര്യമാണ്.